everyone, welcome to Master Key Academy's another online video session. So we are back with our part 3 of previous year question discussion on Fisheries Officer exam. So നമുക്ക് നമ്മുടെ questions അതുപോലെ തന്നെ answers and discussion നോക്കാം. So coming to the 23rd question, which fish will eat the bioluminescence bacteria? Especially our species wise കൊടുത്തിട്ടുണ്ട് photobacter species bacteria. Okay, which fish will eat the bioluminescence bacteria and store it in the light organ around the esophagus for the purpose of emits the light during the night hours to attract the prey എന്നാണ് ചോദിച്ചിരിക്കുന്നത്. And the options given include option A is sunfish, option B is anglerfishes, option C is silver bellies, and option D salts. And our answer for the question is silver bellies. Okay, silver bellies ആണ് ആൻസർ വരുന്നത്. അപ്പം സിൽവർ ബെല്ലി സ്പീഷീസ് അല്ലെങ്കിൽ സിൽവർ ബെല്ലി ഫിഷസ് ആണ് എന്ത് നമ്മുടെ ഫോട്ടോബാക്ടർ സ്പീഷീസ് പോലെയുള്ള പർട്ടിക്കുലർ ബാക്ടീരിയത്തെ അവരുടെ ഈസോഫാഗസിൽ പർട്ടിക്കുലർ എന്താ പറയുക ലൈറ്റ് ഓർഗനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എപ്പോഴാണോ പ്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫീഡിങ് ടൈമിൽ പ്രേയെ അട്രാക്ട് ചെയ്യാൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് അത് എപ്പോഴാണോ വേണ്ടുന്നത് എപ്പോഴാണ് ആ പേർപ്പസ് വരുന്നത് അപ്പോൾ മാത്രം ഇത് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അത് സിൽവർ ബെല്ലീസ് ആണ്, എക്സ്ക്ലൂസീവ്ലി ആ സ്പീഷീസ് ആണ് അങ്ങനെ ചെയ്യുന്നത്, ആ ഫിഷസ് ആണ്. നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പം ഓപ്ഷൻ എ എന്ന് പറയുന്നത് സൺഫിഷ് ആണ്. മൊള എന്ന് പറയുന്നൊരു സ്പീഷീസ് ആണ്. ഇത് ആക്ച്വലി they are actually pelagics ആണ്, പെലാജിക് സ്പീഷീസുകളേ ഉള്ളൂ ആൻഡ് ദേ ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ഫോർ ദിസ് ബയോലൂമിനിസെൻസ് ആൻഡ് ഓൾ. അതുമായിട്ടൊരു കണക്ഷനും വരുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് ആംഗ്ലർ ഫിഷ് ആണ്. ആംഗ്ലർ ഫിഷിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ദേ ഷോ സം ബയോലൂമിനിസെൻസ് എബിലിറ്റി, ബട്ട് ഇങ്ങനെയല്ല. ഇങ്ങനെ ഒരു എന്താ പറയുക ഈസോഫാഗസിൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പ്രേ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ മീൻസ് ഫീഡിങ് ടൈമിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടൈമിൽ എമിറ്റ് ചെയ്യുന്നതല്ല. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആംഗിൾ ഫിഷസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവരൊരു പർട്ടിക്കുലർ ല്യൂർ എന്ന് പറയുന്നൊരു ഏരിയയിൽ ലൈക്ക് പർട്ടിക്കുലർ റീജിയൻസ് ഡോർസൽ ഫിൻ അല്ലെങ്കിൽ ഹെഡ് റീജിയനിൽ ബാക്ടീരിയനെ കൾച്ചർ ചെയ്ത് അങ്ങനെയാണ് അവരുടെ ബയോലുമിനൻസ്. ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. ബയോലുമിനസെൻസ് ഉണ്ടെങ്കിൽ പോലും മെത്തഡോളജി ഈസ് ഡിഫറെൻറ്റ്. സോ നമുക്ക് ഈ പർട്ടിക്കുലർ ബയോലുമിനസെൻസ് അല്ലെങ്കിൽ ലൂമിനൈസിങ് എബിലിറ്റിക്ക് എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉള്ളത് ഉൾപ്പെടെ നമുക്ക് തന്നിരിക്കുന്നത്, ലാബറേറ്റ് ചെയ്താൽ തന്നിരിക്കുന്നത് അല്ലേ. അത് ചെയ്യുന്നത് ഏതാണ് സിൽവർ ബെല്ലീസ് ആണ്. ആൻഡ് സോൾസ് എന്ന് പറയുന്നത് എഗെയിൻ ദേ ആർ ഡിമേഴ്സൽ സ്പീഷീസ്, ദേ ഡോണ്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് ദിസ് ബയോലൂമിനസെൻസ് എബിലിറ്റി. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിഫേർഡ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, സിൽവർ ബെല്ലീസ് ആണ്. സിൽവർ ബെല്ലി സ്പീഷീസ് ആണ്, സിൽവർ ബെല്ലി ഫിഷസ് ആണ് ഈ ഒരു തരത്തിൽ ബയോലൂമിനസെൻസ് എബിലിറ്റി കാണിക്കുന്നത് എന്നുള്ളതാണ്. ഫോട്ടോബാക്ടർ സ്പീഷീസിനെ ഈസോഫാഗസിൽ ആ റീജിയനിൽ സ്റ്റോർ ചെയ്ത് പ്രേ അട്രാക്ഷന് വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും എമിറ്റ് ചെയ്യുന്നത്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ സിൽവർ ബെല്ലീസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് practices are in agreement with the principles of organic aquaculture? നമ്മുടെ ഓർഗാനിക് അക്വാകൾച്ചറിൻ്റെ പ്രിൻസിപ്പിളുമായിട്ട് എഗ്രിമെൻറ്റിൽ ആവുന്ന പ്രാക്ടീസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കും. ആൻഡ് ദേ ഹാവ് ഗിവൺ സം സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1 is that conservation of soil. Statement 2 is avoidance of toxic substances with negative impact on ecosystem in feeds. And statement 3 is avoidance of antibiotics in treatment of diseases. അപ്പം നമ്മുടെ ഓർഗാനിക് അക്വാകൾച്ചറിൻ്റെ പ്രത്യേകത വെച്ചാൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെത്തേഡ് ഓഫ് അക്വാകൾച്ചറാണ്. അപ്പം അവിടെ എന്തായാലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ എടുക്കുമ്പം ഫുൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എല്ലാ മെത്തഡോളജീസും അവിടെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഓപ്ഷൻ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് തന്നിരിക്കുന്നു. നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഏതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ 1 only, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ റൈറ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബിയിലാണെങ്കിൽ 2 and 3 only എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി പറയുന്നത് നൺ ഓഫ് ദിസ് ആണ്. ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ആൻഡ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് അക്വാകൾച്ചർ റൈറ്റിയേഴ്സ് ആണെന്നുള്ളതാണ്. എന്താണ്, സോയിൽ കൺസർവേഷൻ ഉണ്ട്, യെസ്, സസ്റ്റൈനബിൾ മെത്തേഡാണ്. മാക്സിമം നമ്മൾ വാട്ടറുമായിട്ട് കണക്ട് ആവുന്ന സോയിൽ നമ്മൾ കൺസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇസ് അവോയ്ഡൻസ് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് വിത്ത് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ എക്കോസിസ്റ്റം ഇൻ ഫീഡ്സ്. യെസ്,
നമ്മുടെ ടോക്സിക് സബ്സ്റ്റൻസിനെ മാക്സിമം എന്താണ് ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗാനിക് അക്വാകൾച്ചറിൻ്റെ എയിം എന്ന് പറയുന്നത്. Then avoidance of antibiotics in treatment of diseases. ആൻറ്റിബയോട്ടിക്സ് പോലെയുള്ള സബ്സ്റ്റൻസസ് ഒന്നും തന്നെ ഡിസീസ് ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നില്ല. അതാണ് ഓർഗാനിക് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. റെസിഡ്യൂൽസ് ഒന്നും പാടില്ല അല്ലേ, അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽസും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കറക്റ്റ് ആണ്. ആൻഡ് അവർ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി, all of this ആണ്, with respect to the principles of organic aquaculture. Okay, 24th question. Hope all understood that. So next, നമുക്ക് 25th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 25th question is that integrated multi-trophic aquaculture. Integrated multi-trophic aquaculture, that is IMTA, is an ecosystem-based approach for addressing the issue of waste generated by aquaculture. അപ്പോൾ അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കുവാണ്. യെസ്, ദിസ് ഇസ് IMTA is an ecosystem-based approach and it's used for addressing the issue of the wastes generated in aquaculture. And they have asked us that which of the following statement is true for IMTA. IMTA-യുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് ഏതാണ് കറക്റ്റ്, ഏതാണ് റൈറ്റിയസ്, ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ is carnivorous fishes can be grown in IMTA. Option B is formulated feeds are not used in IMTA. Option C, mollusks cannot be grown in IMTA. And option D, none of the above. And our righteous option among righteous statement is that option A, that is carnivorous fishes can be grown in IMTA എന്നുള്ളതാണ്. അതായത് ഇൻ്റഗ്രേറ്റഡ് മൾട്ടിട്രോഫിക് അക്വാകൾച്ചറിൽ ട്രോഫിക് ലെവൽസ് ആണ്, ഫീഡിംഗ് നിഷേസ് ട്രോഫിക് ലെവൽസ് അനുസരിച്ചിട്ടൊരു അറേഞ്ച്മെന്റ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് പർട്ടിക്കുലർലി എൻ എക്കോസിസ്റ്റം ബേസ്ഡ് അപ്രോച്ച് ആൻഡ് ഇറ്റ്സ് അഡ്രസ്സസ് ദ വേസ്റ്റ് ജനറേറ്റഡ്, മാക്സിമം വേസ്റ്റ് യൂട്ടിലൈസേഷൻ ആണ്. അതുകൊണ്ട് ആ ട്രോഫിക് ലെവൽസ് അനുസരിച്ച് നമ്മൾ സ്പീഷീസിനെ കൾച്ചർ ചെയ്യുന്നത് ഈ അക്വാകൾച്ചർ. അപ്പം നമ്മളോട് ഈ എസ്പെഷ്യലി നമ്മളിപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ കാർണിവോറസ് ഫിഷസ് തന്നെയാണ് ഒബ്വിയസ്ലി ആ ട്രോഫിക് ലെവൽ അനുസരിച്ച് ഹയർ ട്രോഫിക് ലെവൽ 1 വരുന്നത്. ഈ കാർണിവോറസ് ഫിഷസിൻ്റെ വേസ്റ്റ് ജനറേറ്റഡ് നമ്മൾ അതിൽ താഴെ വരുന്ന ലോവർ ട്രോഫിക് ലെവൽസിൽ വരുന്ന ഫിൽട്ടർ ഫീഡേഴ്സ് ആയിട്ടുള്ള മസിൽസ് മോയ്സ്ചേഴ്സും ഒക്കെ ഫിൽട്ടർ ഫീഡ് ചെയ്തിട്ട് അത് മാക്സിമം ഫീഡാക്കി കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മാക്സിമം ഫിൽട്ടർ ഫീഡ് ചെയ്തെടുക്കുക എന്നുള്ളത്, വേസ്റ്റ് ജനറേഷൻ ഇല്ല എന്നുള്ളതാണ് കൺസിഡറേഷൻ. അപ്പം കാർണിവോറസ് ഫിഷസ് ക്യാൻ ബി ഗ്രോൺ ഇൻ IMTA എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിരുന്നാൽ ഇറ്റ്സ് എ കറക്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ബി പറയുകയാണെങ്കിൽ ഫോർമുലേറ്റഡ് ഫീഡ്സ് ആർ നോട്ട് യൂസ് ഇൻ IMTA. ഫോർമുലേറ്റഡ് ഫീഡ്സ് യൂസ് ചെയ്യില്ല എന്നൊരു കൺസിഡറേഷൻ ഒന്നുമില്ല IMTA-യിൽ. നമുക്ക് യൂസ് ചെയ്യാം ബിക്കോസ് ഡിഫറെൻറ്റ് ഫീഡിങ് നിഷസ്, ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ് ആർ കൺസിഡേർഡ്. അപ്പം ആ സ്പീഷീസിൻ്റെ നീഡ്സ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഫീഡ്സ് കൊടുക്കേണ്ടി വരും. സോ ഫോർമുലേറ്റഡ് ഫീഡ്സ് മേ ബി യൂസ്ഡ് ഇൻ IMTA. ആൻഡ് another is mollusks cannot be grown in IMTA. അപ്പോൾ അതിട്ട് mollusk cannot be grown, mollusks നമ്മൾ IMTA-യിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷെ അത് ശരിയാണോ? അല്ല, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കാർണിവോറസ് ഫിഷസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ വേസ്റ്റ് അവർ ജനറേറ്റ് ചെയ്യുന്നതിനെ മാക്സിമം ഫിൽട്ടർ ഫീഡ് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ molluskins വേണം. ദേ ആർ ഫിൽട്ടർ ഫീഡേഴ്സ്. അപ്പം mollusks cannot be grown in IMTA എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഓപ്ഷൻ ആവും? ഇല്ല, അത് തെറ്റാണ്. പിന്നെ വന്നിരിക്കുന്നത് നൺ ഓഫ് ദ എബവ് എന്നാണ്. അത് നമുക്കിപ്പം കാർണിവോറസ് ഫിഷസ് ക്യാൻ ബി ഗ്രോൺ ഇൻ IMTA എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ അതും ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് റിഗാർഡിംഗ് ദ IMTA, കാർണിവോറസ് ഫിഷസ് ഗ്രോ ചെയ്യാം എന്നുള്ളതാണ്. കാർണിവോറസ് ഫിഷസ് ക്യാൻ ബി ഗ്രോൺ ഇൻ ഇൻ്റഗ്രേറ്റഡ് മൾട്ടിട്രോഫിക് അക്വാകൾച്ചർ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് green certification of freshwater ornamental fishes is an assurance that they have been caught or produced or reared in a manner that ensures social as well as environmental sustainability. Which is a nodal agency? They have asked which is the nodal agency. They have asked particularly for that agency for implementation of green certification and green seal labeling in India. They have actually given the means in this question ആ ഒരു സ്റ്റേറ്റ്മെൻറ്റേ തന്നിരിക്കുകയാണ്. ഈ ഗ്രീൻ സർട്ടിഫിക്കേഷൻ ഓഫ് ഫ്രഷ് വാട്ടർ ഓർണമെന്റൽസ് എന്ന് പറയുന്നത് ഒരു അഷ്വറൻസ് ആണ് ദാറ്റ് ദേ ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഓർ ദേ ഹാവ് ബീൻ കോട്ട് ഇൻ എ മാനർ ദാറ്റ് എൻഷേഴ്സ് ഓൾ ദ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അവരെ ഹാർനസ് ചെയ്താൽ വൈൽഡ് സ്റ്റോക്സുകളെ ഹാർനസ് ചെയ്യാതെ മാക്സിമം സസ്റ്റൈനബിൾ ആയിട്ടാണ് നമ്മൾ ഓർണമെന്റൽസിനെ ട്രേഡ് ചെയ്യുന്നതെന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ. അപ്പം ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏജൻസി ഏതാണ്? വിച്ച് ഇസ് എ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് ഗ്രീൻ സർട്ടിഫിക്കേഷൻ ആസ് വെൽ ആസ് ഗ്രീൻ സീൽ ലേബലിംഗ് ഇൻ ഇന്ത്യ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
And our options are option A, Export Inspection Agency, option B, Marine Products Export Development Authority, option C is Coastal Aquaculture Authority, option D is National Fisheries Development Board. Okay, and നമുക്കറിയാം ഗ്രീൻ സർട്ടിഫിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇറ്റ്സ് only issued by option B, that is Marine Products Export Development Authority. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ ഇഷ്യൂവൻസ് ഒക്കെ അതൊക്കെ വരുന്നത് മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടറിലാണ്. അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ആൻസർ ഓപ്ഷൻ ബി ഇസ് റൈറ്റ്. ദറ്റ് ഇസ് വി കോൾ മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഇസ് MPEDA. Okay, MPEDA actually it issues this, it ensures this trade being carried out in a more sustainable manner, and so it ensures that issues that green certifications and green seal labeling and all എക്സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് മാക്സിമം കാര്യങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ് മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ സർട്ടിഫിക്കേഷൻ ഇഷ്യൂവൻസ് ഒക്കെ വരുന്നത് MPEDAയുടെ അണ്ടറിൽ തന്നെയാണ്. ആൻഡ് വെൻ വി ലുക്ക് അപ്പ് ടു ദ അതർ ഓപ്ഷൻസ്, ബാക്കി ഓപ്ഷൻസുകളൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമ്പം നോക്കുമ്പോൾ ഓപ്ഷൻ എ എന്താണ് പറയുന്നത്, എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ ഏജൻസി എന്നാണ്. എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ ഏജൻസി സംതിങ് റിലേറ്റഡ് ടു എക്സ്പോർട്സ് അല്ലേ, EIA നമ്മൾ പറയും. അപ്പോൾ ഇത് കൂടുതൽ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിൽ എന്താണ് ക്വാളിറ്റി എൻഷുർ ചെയ്യാനും പ്രീ ഷിപ്മെൻറ്റ് വെരിഫിക്കേഷനും ഒക്കെ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിലിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് EIA എന്ന് പറയുന്നത്. മാക്സിമം ക്വാളിറ്റി ഫുഡ്സ് പ്രോസസ്സ് ചെയ്ത് വിടുന്നുണ്ട് എന്നുള്ളതാണ് EIAയുടെ കൺസിഡറേഷൻ. പ്രീ ഷിപ്മെൻറ്റ് വെരിഫിക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് EIAയുടെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി, CAA. കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി ആക്ച്വലി ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് കോസ്റ്റൽ അക്വാകൾച്ചർ ഉള്ളി. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കോസ്റ്റൽ അക്വാകൾച്ചർ ഹൗ സസ്റ്റൈനബിൾ ഇറ്റ് ഷുഡ് ബി പ്രാക്ടീസ്ഡ് എന്നുള്ള ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്നത്. അപ്പം നമ്മളോട് ചോദിക്കുന്ന ഫ്രഷ് വാട്ടർ ഓർണമെൻ്റൽ ഫിഷസിൻ്റെ കേസാണ്, റൈറ്റ്? അപ്പം അതുമായിട്ട് ഒരു റിലേഷനും വരുന്നില്ല. Next is National Fisheries Development Board. We call that as NFDB in short. NFDBയും നമ്മളിപ്പം ഓർണമെൻറ്റൽസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, കാര്യങ്ങൾ, റെഗുലേഷൻസ് ഒക്കെയാണ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് അണ്ടറിൽ വരുന്നത്. വേരിയസ് സ്കീംസ് ഓർണമെൻറ്റൽ ഫിഷറീസുമായിട്ട് റിലേറ്റഡ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. നമുക്കിപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഗ്രീൻ സർട്ടിഫിക്കേഷനാണ്. ഗ്രീൻ സർട്ടിഫിക്കേഷൻ ഇഷ്യൂവൻസ് വരുന്നത് മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ അത് ആ ഒരു ഏജൻസിയാണത് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻസർ റൈറ്റ് ഓപ്ഷൻ ഹിയർ ഇസ് ഓപ്ഷൻ ബി, Marine Products Export Development Authority. So that's all about 26 question. Hope all understood that. So our next question is 27th question is, what Latin root does the word sociology comes from? Sociology എന്നുള്ള വേർഡ് ഫിഷറീസ് ഫിഷറീസ് എക്സ്റ്റൻഷനിലേക്കാണ് ആ ഒരു റീജിയനിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസിലേക്ക് വരുമ്പോഴാണ് ഇത് സോഷ്യോളജി എന്നുള്ള വേർഡ് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ഗിവൺ സം ഓപ്ഷൻസ്. ഓപ്ഷൻ എ സോഷ്യഡേറ്റ്, ഓപ്ഷൻ ബി സോസിയേറ്റസ്, ഓപ്ഷൻ സി സൊസൈറ്റേറ്റ്, ആൻഡ് അഗെയിൻ ഓപ്ഷൻ ഡി സൊസൈറ്റ്. അപ്പം ആൻസർ ഇസ് ബി, സൊസൈറ്റസ്. Okay, this is our answer actually. അത് നമ്മളത് റെഫർ ചെയ്യുമ്പോൾ അറിയാം ഏത് ലാറ്റിൻ വേർഡാണ് ഇതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ. ആക്ച്വലി സൊസൈറ്റസ് എന്നുള്ള ലാറ്റിൻ വേർഡാണ്. ബാക്കി വേർഡ്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പോർച്ചുഗീസ് ഒറിജിനാണ്, പോർച്ചുഗീസ് വേർഡാണ്. സൊസൈറ്റ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു റൊമാനിയൻ ഒറിജിനോ അല്ലെങ്കിൽ എന്താണ് ഒരു എന്താ പറയുക, നമ്മളങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മീനിങ് ഫുൾ വേർഡ്സേ അല്ല ബാക്കിയുള്ളവയൊന്നും. അപ്പോൾ സൊസൈറ്റസ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് സോഷ്യോളജി എന്ന വേർഡിൻ്റെ ഒറിജിൻ തന്നെ. അതാണ് ആൻസർ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 28th question is, the potential for gas bubble disease in fish is due to. ഗ്യാസ് ബബിൾ ഡിസീസ് ഇൻ ഫിഷസ് അതിൻ്റെ പൊട്ടൻഷ്യലിന് കോസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ they have given, option A as high concentration of ammonia in water. Option B, supersaturation of total dissolved gases in water. Option C, high level of
carbon monoxide gas in water. And option D, increase in partial pressure of water. ഗ്യാസ് ബബിൾ ഡിസീസ്, നമ്മളിപ്പം ഫിഷ് ഡിസീസസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പം അതിൽ വരുന്നതാണ് ഗ്യാസ് ബബിൾ ഡിസോർഡർ, ഗ്യാസ് ബബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസ് എന്താണ്, റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ദേ ഹാവ് ഗിവൺ ഓൾ ദീസ് ഓപ്ഷൻസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. ബി, സൂപ്പർ സാച്ചുറേഷൻ ഓഫ് ടോട്ടൽ ഡിസോൾഡ് ഗ്യാസസ്. ദെൻ സി ഇസ് ഹൈ ലെവൽ ഓഫ് കാർബൺ മോണോക്സൈഡ്. ആൻഡ് ഡി, ഇൻക്രീസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ. ആൻഡ് our answer for this gas bubble disease cause എന്ന് പറയുന്നത് it's none other than the super saturation of total dissolved gases ആണ്. വാട്ടറിലുള്ള ഡിസോൾഡ് ഗ്യാസസിൻ്റെ സൂപ്പർ സാച്ചുറേഷൻ കാരണമാണ് ഫിഷസിൽ ഗ്യാസ് ബബിൾ ഡിസീസ് ഉണ്ടാകുന്നത്. ഇറ്റ്സ് എഗെയിൻ എ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇപ്പം ഇൻഫെക്ഷൻസ് ഒന്നും കൊണ്ടല്ല അല്ലേ, കോസ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ കോസാണ് നമ്മുടെ ഡിസോൾഡ് ഗ്യാസസിൻ്റെ സൂപ്പർ സാച്ചുറേഷൻ. അത് കാരണം അങ്ങനെ നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ട് വരുന്ന ഒരു ഫിഷ് ഡിസീസാണ് ഗ്യാസ് ബബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ബാക്കി ഇപ്പോൾ ഓപ്ഷനൊക്കെ എടുക്കുവാണെങ്കിൽ ദേ ഹാവ് ഗിവൺ ഓപ്ഷൻ എ ആസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ഇൻ വാട്ടർ. വാട്ടറിൽ അമോണിയ കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഡിസീസ് അല്ല, ഫിഷസിന് സ്ട്രെസ് ഉണ്ടായിട്ട് ഫിഷ് ഡെത്താണ് ഉണ്ടാവുന്നത്. എഗെയിൻ ഓപ്ഷൻ സി ഇസ് ഹൈ ലെവൽ ഓഫ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. കാർബൺ മോണോക്സൈഡ് ഗ്യാസ് കൂടുകയാണെന്നുണ്ടെങ്കിലും അവിടെയും സ്ട്രെസ്, പിന്നെ ഫൈനലി ഓക്സിജൻ കിട്ടാതെ ഡെത്താണ്. ഇൻക്രീസ് ഇൻ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ. പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ കൂടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഗ്യാസ് ബബിൾ ഡിസീസ് ഉണ്ടാവില്ല. സൂപ്പർ ഡിസോൾഡ് ഗ്യാസസിൻ്റെ സൂപ്പർ സാച്ചുറേഷൻ സംഭവിച്ചാൽ മാത്രമാണ് സ്പെസിഫിക്കലി എന്തുണ്ടാവുക, ഗ്യാസ് ബബിൾ ഡിസീസ് ഉണ്ടാവുക. ആൻഡ് വി വിൽ ബി മീൻസ് നമ്മളിപ്പം സിലബസ് കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഗ്യാസ് ബബിൾ ഡിസീസ് അതിൻ്റെ കോസസ് നമ്മൾ അങ്ങനെ പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ നമുക്കറിയാം അത് സൂപ്പർ സാച്ചുറേഷൻ ഓഫ് ഡിസോൾഡ് ഗ്യാസസ്, വോട്ട് എവർ ഡിസോൾഡ് ഗ്യാസസ് ദെയർ സൂപ്പർ സാച്ചുറേഷൻ, അല്ലെ ഓക്സിജൻ നൈട്രജൻ പോലെയുള്ള ഗ്യാസസ് അവർ അതിൻ്റെ സൂപ്പർ സാച്ചുറേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ഫിഷസിൽ ഇങ്ങനെയുള്ള ഈ ഗ്യാസ് ബബിൾ ഡിസീസ് ചില സിംറ്റംസ് സൈൻസും കാണിക്കും. അതിനെ നമ്മൾ ഓൾ ടുഗെദർ വി കോൾ ദാറ്റ് കണ്ടീഷൻ ആസ് ഗ്യാസ് ബബിൾ ഡിസീസ് ഇൻ ഫിഷ് എന്ന് പറയും. ഓക്കെ, അതാണ് 28th ക്വസ്റ്റ്യൻ. നമ്മുടെ 29th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് they have asked part of the photic zone of the ocean where animals can see but there is insufficient light for productive photosynthesis. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന സോണേഷനാണ്. ഓഷ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഓഷ്യനിൽ വാട്ടറിൽ സോണേഷൻ ഉണ്ട്. അതായത് ഫോട്ടിക് സോൺ, അത് എസ്പെഷ്യലി ഫോട്ടിക് സോൺ, എഫോട്ടിക് സോൺ, അങ്ങനെ 2 കാറ്റഗറൈസേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഫോട്ടിക് സോണിൻ്റെ ഒരു പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വെയർ ദി അനിമൽസ് ക്യാൻ സീ, വിഷൻ ഉണ്ട്, പക്ഷെങ്കിൽ ഇൻ ലൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇൻസഫിഷ്യൻ്റ് ആണ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഫോട്ടോസിന്തസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഫോർ ദ പ്രൊഡക്റ്റീവ് ഫോട്ടോസിന്തസിസ്. ആൻഡ് ദേ ഹാവ് ഗിവൺ ദ ഓപ്ഷൻ ഇസ് ഡിസ്ഫോട്ടിക് സോൺ, എഫോട്ടിക് സോൺ, യൂഫോട്ടിക് സോൺ, നൺ ഓഫ് ദ എബവ്. അപ്പോൾ നമ്മൾ സോണേഷൻ എടുക്കുകയാണെങ്കിൽ ഫോട്ടിക് സോണിൻ്റെ ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ തന്നെ വേർ ലൈറ്റ് പെനട്രേറ്റ്സ് എന്നാണ്. The zone in the ocean where light penetrates. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഇസ് യൂഫോട്ടിക് സോൺ എന്ന് പറയും. ഒരു 0 to 200 meters ഡെപ്ത് ആണ്. സെക്കൻഡ് ലെയർ ഇസ് ഡിസ്ഫോട്ടിക് സോൺ. That we particularly call as twilight zone. ഒരു 200 meters to 1000 meters ആയിരിക്കും. ആൻഡ് ഫൈനലി എഫോട്ടിക് സോൺ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ലൈറ്റ് എത്തുന്നില്ല, പെനട്രേഷൻ ഇല്ല. ഗ്രേറ്റർ ദാൻ ദിസ് 1000 meters, നോ ലൈറ്റ് പെനട്രേഷൻ. ഓക്കെ, അപ്പം യൂഫോട്ടിക് സോണിൽ ധാരാളം ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കാരണം വിഷനും പോസിബിൾ ആണ്, പ്രൊഡക്ടിവിറ്റിയും ഉണ്ട്, ഫോട്ടോസിന്തസിസ് നടക്കും. ഡിസ്ഫോട്ടിക് സോണിൻ്റെ പ്രത്യേകത ലൈറ്റ് ഉണ്ടെങ്കിലും എന്താണ്, വിഷനൊക്കെ ഏകദേശം ഉണ്ടെങ്കിലും പ്രൊഡക്ടിവിറ്റി അത്ര പോരാ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് അത്രയ്ക്ക് നടക്കുന്നില്ല. എഫോട്ടിക് സോണിൽ ലൈറ്റേ ഇല്ല, ലൈറ്റ് പെനിട്രേഷനേ ഇല്ല. അങ്ങനെയാണ് ഒരു എന്താ പറയുക, ലൈറ്റ് പെനട്രേഷൻ അനുസരിച്ചുള്ള ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോട്ടിക് സോണിൻ്റെ തന്നെ അപ്പം നമ്മൾ
ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ദറ്റ് ഈസ് they have asked part of the photic zone where animals can have vision but with insufficient light for the photosynthesis എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ഫോട്ടിക് സോൺ ആണ് അല്ലേ. ട്വിലൈറ്റ് സോൺ അല്ലെങ്കിൽ ഡിസ്ഫോട്ടിക് സോണിൻ്റെ പ്രത്യേകതയാണ് നമ്മളത് പറഞ്ഞു അല്ലേ. അത് എന്ന് പറയുന്നത് ഫോട്ടിക് സോൺ എന്ന് പറയുമ്പോൾ അവിടെ ലൈറ്റ് ഇല്ലല്ലോ, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സ്പീക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ യൂഫോട്ടിക് സോൺ എന്ന് പറയുമ്പോൾ അവിടെ വിഷനുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് നൺ ഓഫ് ദ എബവ് അത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ നമുക്ക് പറയുവാണെങ്കിൽ സോണേഷൻ വെച്ച് പറയുവാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിന് ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് മാച്ച് ഓൺ ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡിസ്ഫോട്ടിക് സോൺ. Our 30th question is, the air is 78% nitrogen. Why is the nitrogen a limiting factor in marine primary productivity? അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയറിൽ 78% ഉള്ളത് നൈട്രജൻ ആണ് അല്ലേ. വളരെ അബൻഡൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ആണ് നൈട്രജൻ ഗ്യാസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മറൈൻ പ്രൊഡക്ടിവിറ്റിയുടെ കേസൊക്കെ എടുക്കുവാണെങ്കിൽ മറൈൻ എൻവയോൺമെൻറ്റിൽ മറൈൻ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ എഗെയിൻ നൈട്രജൻ ബിക്കംസ് എ ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പം ദേ ഹാവ് ഗിവൺ സം സ്റ്റേറ്റ്മെൻറ്റ്സ് വൈ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണെന്നുള്ളതാണ്. വൈ ഈസ് ദെൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ എ ദേ ഹാവ് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് മറൈൻ പ്ലാന്റ്സ് cannot use atmospheric nitrogen. Option B is role of nitrogen fixing bacteria is limited in the oceans. Option C, nitrate runoff from soil is utilized in the coastal waters. Option D, all. അപ്പം ഓപ്ഷൻ എ എടുക്കുവാണെങ്കിൽ മറൈൻ പ്ലാന്റ്സ് കനോട്ട് യൂസ് അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ മറൈൻ ഫൈറ്റോ പ്ലാങ്ക്ടോൺസിന് എഫിഷ്യൻ്റ്ലി നൈട്രോജൻ യൂസിങ് എബിലിറ്റി ഇല്ല. ഫിക്സ് ചെയ്ത് നൈട്രോജൻ ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. നൈട്രോജൻ ഫിക്സേഷനും കൂടെ ചെയ്ത് അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സിംബയോട്ടിക് ബാക്ടീരിയാസ് ഒക്കെ അതിന് വേണം. അപ്പോൾ മറൈൻ ഫൈറ്റോ പ്ലാങ്ക്ടോൺസിലെ മറൈൻ പ്ലാന്റ്സിന് സെൽഫായിട്ട് അതിനുള്ള എബിലിറ്റി ഇല്ല. സോ ദേ കനോട്ട് യൂസ് അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ. ഇറ്റ്സ് റൈറ്റ്. ഓപ്ഷൻ ബി എടുക്കുവാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് റോൾ ഓഫ് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഇസ് ലിമിറ്റഡ് ഇൻ ദ ഓഷ്യൻ. നമ്മളിപ്പോൾ ഓപ്പൺ ഓഷൻ എടുക്കുവാണെങ്കിൽ അവിടെയുള്ള നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയയുടെ അമൗണ്ട്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവിടെ അവർക്ക് റോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. സോ ഇറ്റ്സ് ലിമിറ്റഡ്. അങ്ങനെ നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓപ്പൺ ഓഷനിൽ ഇല്ല. അതൊരു റീസൺ തന്നെയാണ്. അറ്റ്മോസ്ഫിയർ ഇത്രയും 78% അറ്റ്മോസ്ഫിയർ നൈട്രോജൻ ഉള്ളത് അതുകൊണ്ടല്ലേ അതിന് അവിടെ യൂട്ടിലൈസ് ആവാൻ പറ്റാത്തത്. നെക്സ്റ്റ് ഇസ് സി, ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നൈട്രേറ്റ് റൺ ഓഫ് ഫ്രം സോയിൽ ഇസ് യൂട്ടിലൈസ് ഇൻ ദ കോസ്റ്റൽ വാട്ടേഴ്സ്. ഈവൻ നമ്മൾ സോയിലിനെ നൈട്രേറ്റ് റൺ ഓഫ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് മാക്സിമം എന്താണ് കോസ്റ്റൽ വാട്ടേഴ്സിൽ യൂട്ടിലൈസ് ആയി പോവാണ്, ഓപ്പൺ ഓഷ്യൻസിലേക്ക് എത്തുന്നില്ല. അപ്പം അതും എഗെയിൻ ഈ ഒരു കോസിന് അല്ലേ നൈട്രോജൻ ആസ് എ ലിമിറ്റിംഗ് ഫാക്ടർ ഇൻ മറൈൻ പ്രൈമറി പ്രൊഡക്ടിവിറ്റിക്ക് ഒരു കാരണമാണ് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3ഉം ഈ നൈട്രോജൻ ബിക്കംസ് എ ലിമിറ്റിംഗ് ഫാക്ടർ ഇൻ മറൈൻ പ്രൈമറി പ്രൊഡക്ടിവിറ്റിക്ക് ഒരു എന്താ പറയുക ഒരു കോസ് റീസൺ ആണ്. ആൻഡ് സോ ആർ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി, ദറ്റ് ഇസ് ഓൾ ദ അബവ് is a reason for nitrogen as a limiting factor in marine primary productivity. Our question number 31 is that choose the species for which the following statements are true. Okay, നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. 1, 2, 3 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആയിട്ട് വരുന്ന സ്പീഷീസിനെ നമ്മുടെ ഓപ്ഷനിൽ ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദാറ്റ് larvae are fed with rotifers followed by artemia nuclei during the hatchery phase. അപ്പം ഹാച്ചറി ടെക്നിക്സ് ആണ് ആദ്യമേ തന്നിരിക്കുന്നത്. ലാർവെ അവിടെ ഹാച്ചറിയിൽ ഇവയുടെ ലാർവയെ ആദ്യം ഫീഡ് ചെയ്യുന്നത് റോട്ടിഫേഴ്സ് ആണ്, അതിനുശേഷം ആർട്ടീമിയ ന്യൂക്ലി അങ്ങനെയായിരിക്കും കൊടുക്കാമെന്ന്. ആ ഒരു ലാർവൽ റെയറിങ് അങ്ങനെയാണ് നടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദാറ്റ് ലാർവെ ആർ കാനിബാളിസ്റ്റിക്. കാനിബാളിസ്റ്റിക്സ് എന്ന് വെച്ചാൽ മീൻസ് ഒരു എന്താ പറയുക വളരെ പ്രിഡേറ്ററി ആയിട്ടുള്ള നേച്ചറാണ്. ദ സെയിം സ്പീഷീസ് ഈറ്റിംഗ് ഇറ്റ്സ് ഓൺ കൈൻഡ് എന്നുള്ളതാണ് കാനിബാലിസ്റ്റിക് ബിഹേവിയർ എന്ന് വെച്ചാൽ. സെയിം സ്പീഷീസ് ഈറ്റിംഗ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ഈ കനിബാലിസം എന്ന് പറയുന്നത് ആക്ച്വലി മോസ്റ്റ് പ്രോബബ്ലി ബിക്കോസ് ഓഫ് എന്താ പറയുക സൈസ് ഡിഫറൻസസ്.
ഇപ്പം നമ്മൾ ലാർവൽ റെയറിങ് ഹാച്ചറിയിൽ തന്നെയാണ് ലാർവകൾ അവരുടെ തമ്മിലുള്ള സൈസ് ഡിഫറൻസസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ ഉണ്ടെങ്കിൽ ഓക്കെ ഒരേ സൈസിലുണ്ടെങ്കിൽ പ്രശ്നമില്ല. സൈസ് കുറേ എണ്ണം വലുതും കുറേ എണ്ണം ചെറുതും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലുത് എന്ത് ചെയ്യും, ചെറുതിനെ ആഹാരമാക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബിഹേവിയർ മോസ്റ്റ്ലി വൊറേഷ്യസ് ആൻഡ് പ്രിഡേറ്ററി ഫിഷ് സ്പീഷീസിൻ്റെ കേസിലാണ് അങ്ങനെ ഉണ്ടാവുക ഹാച്ചറി ഫേസിൽ. അപ്പം ലാർവേ ആർ കനിബാലിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് ഇസ് ദാറ്റ് regular size grading is done during the larval phase to remove shooters. ലാർവൽ ഫേസ് ലാർവൽ റെയറിംഗിൽ റെഗുലർ ആയിട്ട് സൈസ് ഗ്രേഡിങ് എന്ന് പറയുമ്പം അക്കോർഡിംഗ് ടു ദ സൈസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്, ഗ്രേഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഇസ് ടു റിമൂവ് ദ ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ഈ ലാർജർ അതായത് ഒരേ ഈ സ്പീഷ്യസിൻ്റെ തന്നെ ലാർവൽ റിയറിംഗ് ഫേസിൽ ലാർജർ വൺസിനെയാണ് നമ്മൾ ഷൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ലാർജർ വൺസാണ് ഈ ഷൂട്ടേഴ്സാണ് സ്മോളർ വൺസിനെ ഈറ്റ് ഓൺ ചെയ്യുന്നത്. അങ്ങനെയാണ് കാനിബാൾസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ടേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാർവൽ ഫേസിൽ സൈസ് ഗ്രേഡിങ് റെഗുലർലി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 ഹാച്ചറി ടെക്നിക്സിൽ ഈ 3 കാര്യങ്ങൾ ലാർവൽ റിയറിംഗിൻ്റെ കേസ് വരുമ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആയിട്ട് വരുന്ന സ്പീഷീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് they have given എട്രോപ്ലസ് ഉരറ്റൻസസ്. എട്രോപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേൾ സ്പോട്ടാണ് അല്ലേ, നമ്മൾ കരിമീനാണ്. സയൻറ്റിഫിക് നെയിമാണ് തന്നിരിക്കുന്നത്, അപ്പോൾ കോമൺ നെയിമും കൂടെ ഒന്ന് മനസ്സിലാക്കി പോവാം. ചാനോസ് ആണ് സെക്കൻഡ്, അതായത് ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ചാനോസ് ആണ്. ചാനോസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഫിഷ് ആണ്. ഭൂമി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ചാനോസ്. അനദർ വൺ ഇസ് മുഗിൽസിഫാലസ്, മള്ളറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഗ്രേ മള്ളറ്റ്. Another is latest calcarifer, which is Asian sea bass. ബാരാമുണ്ടി എന്ന കോമൺ നെയിം നമ്മൾ പറയും, ഏഷ്യൻ സീ ബാസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോ ഓപ്ഷൻസും. നമ്മളിപ്പം സയൻറ്റിഫിക് നെയിമാണ് തന്നിരിക്കുന്നത്, അത് കുറച്ചുകൂടെ മനസ്സിലാക്കാനാണ് കോമൺ നെയിം തന്നത്. ഓക്കെ, ആൻഡ് ഈ 3 ക്യാരക്ടറിസ്റ്റിക്സും ചേർന്ന് വരുന്ന നമ്മുടെ സ്പീഷീസ് എന്ന് പറയുന്നത് ലേറ്റസ് കാൽക്കാരിഫർ ആണ്. അതായത് ഏഷ്യൻ സീ ബാസ് ആണ്. അത് നമ്മൾ എടുത്ത് നോക്കിയാൽ വളരെ പ്രിഡേറ്ററി ആയിട്ടുള്ള ഹൈലി കാർണിവോറസ് ആയിട്ടുള്ള ഫിഷാണ്. അപ്പോൾ അത് അവരുടെ ഹാച്ചറി ലാർവൽ റെയറിംഗ് ഫേസിലാണ് ഇങ്ങനത്തെ ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവുക. ലൈക്ക് കനിബാളിസം ബിഹേവിയർ, അതുപോലെ തന്നെ റെഗുലർ സൈസ് ഗ്രേഡിങ് വെരി എസെൻഷ്യൽ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫീഡിങ്, ലാർവൽ റെയറിംഗ് ടൈമിലുള്ള ഫീഡിങ് എന്ന് പറയുന്നത് ആ ഒരു സീക്വൻസ്, ആദ്യം നമ്മൾ റോട്ടിഫർ കൊടുത്ത് ആർട്ടിമിയ നോപ്ലിയായി കൊടുക്കുന്നതൊക്കെ ഈ ആരുടെ കേസിലാണ്, ലേറ്റസ് കാൽക്കാരിഫറിൻ്റെ കേസിലാണ്. ആൻഡ് സോ റൈറ്റ് ഓപ്ഷൻ ഇസ് ലേറ്റസ് കാൽക്കാരിഫർ. ഇപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ പേൾ സ്പോട്ട് എന്ന് പറയുന്ന എട്രോപ്ലസ് കരിമീൻ്റെ ഒക്കെ കേസ് അവർ ഓംനിവോറാണ്. അപ്പോൾ അത്രയും സൈസ് ഗ്രേഡിങ്ങോ അല്ലെങ്കിൽ അത്രയും കാനിബാലിസ്റ്റിക് ബിഹേവിയർ ഒന്നും കാണിക്കുന്നവയല്ല. ചാനോസും അതുപോലെ തന്നെ മുഗിൽസിഫാലസിലും ഇതുപോലത്തെയുള്ള പെക്കുലാരിറ്റീസ് അല്ലെങ്കിൽ സ്പെസിഫിസിറ്റീസ് ഹാച്ചറി ടെക്നിക്സ് അല്ലെങ്കിൽ ഹാച്ചറി ഫേസിലോ അല്ലെങ്കിൽ ലാർവൽ ഫേസിലൊന്നും നമുക്ക് നോട്ടീസ് ചെയ്യാനും പറ്റില്ല. അപ്പം കറക്റ്റ് വരുന്നത് ലേറ്റസ്റ്റ് കാൽക്കാരിഫർ ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 32nd ക്വസ്റ്റ്യൻ ആണ്. 32nd ക്വസ്റ്റ്യൻ ഇസ് ക്ലിനോപ്റ്റിയോലൈറ്റ് is used in live fish transport medium for the purpose of. They have asked a particular substance name. Clinoptilite is used in the live fish transport medium for the purpose of. നമ്മൾ ഫിഷസിനെ ലൈവായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആ മീഡിയത്തിൽ, ആ വാട്ടർ മീഡിയത്തിൽ നമ്മൾ ഈ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത് എന്ത് പർപ്പസിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. They have given the options as option A is for reducing the carbon dioxide level. Option B is reducing the concentration of ammonia. Option C is for increasing the oxygen level. And option D is for decreasing the temperature of medium. And ഈ ക്ലിനോപ്റ്റിലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ദിസ് ഇസ് എ സിയോലൈറ്റ് മിനറൽ ഇൻ വിച്ച് ഇതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ അയൺ ക്യാപ്ചറിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളിപ്പം പോസിറ്റീവ്ലി ചാർജ് കാറ്റയോൺസിനെ ട്രാപ്പ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇങ്ങനെ അയോണൈസിങ് ആവുന്നത് ഏതാണ്? എമോണിയാണ് അല്ലേ. എസ്പെഷ്യലി NH4+ അയൺസ് ആയിട്ടത്
മാറുന്നുണ്ട് വാട്ടർ. അപ്പം NH4+ അയൺസ്, അമോണിയ ആസ് ദാറ്റ് NH4+ അയൺസ് അതിനെ മാക്സിമം അബ്സോർബ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ക്ലിനോപ്റ്റലൈറ്റ് നമ്മൾ ലൈഫ് ഫിഷ് ട്രാൻസ്പോർട്ടിൽ യൂസ് ചെയ്യുന്നത്. സോ ആബ്സല്യൂട്ട്ലി ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ഫോർ റെഡ്യൂസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ എന്നുള്ളതാണ് റൈറ്റിയസ് ആയിട്ടുള്ള നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് എടുത്ത് നോക്കിയാലോ. ഫോർ റിഡ്യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ pH ബഫേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ക്ലിനോപ്റ്റലൈറ്റ് പോലെയുള്ള കെമിക്കൽ യൂസ് ചെയ്യില്ല, ക്ലിനോപ്റ്റലൈറ്റ് സബ്സ്റ്റൻസ് യൂസ് ചെയ്യില്ല. നെക്സ്റ്റ് ഈസ് ഫോർ ഇൻക്രീസിങ് ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഓക്സിജൻ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓക്സിജൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ ഇങ്ങനത്തെ സബ്സ്റ്റൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എഗെയിൻ റോങ്. ദെൻ ഓപ്ഷൻ ഡി ഈസ് ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ ഓഫ് മീഡിയം. മീഡിയത്തിലെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അതും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂളിംഗ് ചെയ്ത് കൊടുത്താൽ പോലും. അപ്പം സിയോലൈറ്റ് ആഡ് ചെയ്യാൻ മീൻസ് അല്ലെങ്കിൽ ക്ലിനോപ്റ്റലൈറ്റിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പം നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ പേർപ്പസ് എന്താണ് ക്ലിനോപ്റ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ ലൈഫ് ഫിഷ് ട്രാൻസ്പോർട്ടിൽ അവിടുത്തെ അമോണിയ കോൺസെൻട്രേഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് സോ ദാറ്റ്സ് എ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, so that's all for today's session, and we'll back with another one. Thank you for listening.